വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി ചാലിയാറിൽ ഇന്നും നാളെയും വിശദമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് തെരച്ചിൽ നടക്കുക. ദുരന്തബാധിതരുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിനായി ഇന്ന് പ്രത്യേക ക്യാമ്പും സംഘടിപ്പിക്കും. വിവരങ്ങളുമായി അല്ലമീൻ ചൂരൽമലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട് നമുക്കൊപ്പമുണ്ട്. ആദ്യം അല്ലമീനിലേക്ക് പോകാം. അല്ലമീൻ, ഇന്നിപ്പോൾ പ്രധാനമായും തെരച്ചിൽ നടക്കുന്നത് 5 കിലോമീറ്റർ ദൈർഘ്യത്തിലായിരിക്കും. ഇന്ന് ജനകീയ തെരച്ചിലിനുള്ള സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരെ ഒന്നും ഇന്നിപ്പോൾ പരപ്പൻപാറയിൽ തെരച്ചിലിന് കൊണ്ടുപോകില്ല എന്നാണ് അറിയുന്നത്. അത്യന്തം ദുഷ്കരമായൊരു മേഖലയിലാണ് തെരച്ചിൽ നടക്കുന്നത് എന്നതിനാലാകാമത്. എന്തൊക്കെയാണ് ഇന്നത്തെ തെരച്ചിലിൻ്റെ സാധ്യതകൾ? ഇതുവരെയുള്ള തെരച്ചിലിൽ ഇനി പ്രതീക്ഷകൾ എത്രത്തോളം ബാക്കിയുണ്ട്? അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. അരുൺ, 2 ദിവസം ജനകീയ തെരച്ചിൽ ഈ മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, ചൂരൽമല ഉൾപ്പെടെ വെള്ളാറമല ഉൾപ്പെടെയുള്ള ദുരന്തബാധിത മേഖലകളെ 6 സോണുകളായി തിരിച്ച് 2 ദിവസം ജനകീയ തെരച്ചിൽ നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നും നാളെയും ചാലിയാറിൽ വിശദമായൊരു പരിശോധന നടത്താൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ദുരന്തബാധിത മേഖലകളിൽ നിന്ന് ഉള്ള നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങളൊക്കെ തന്നെ ചാലിയാറിൽ നിന്ന്, ചാലിയാർ പുഴയിൽ നിന്ന്, ചാലിയാറിന്റെ തീരത്ത് നിന്നൊക്കെ ലഭിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ ദുരന്തബാധിത മേഖലകളിലെ വിശദമായ ഈ ജനകീയ തെരച്ചിലിനൊടുവിൽ ചാലിയാർ കേന്ദ്രീകരിച്ചൊരു പരിശോധനയ്ക്ക് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നും നാളെയുമാണ് ആ അർത്ഥത്തിൽ വിശദമായ തിരച്ചിൽ നടക്കുക. രാവിലെ 7 മണിക്ക് മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള മേഖലയിലാണ് തിരച്ചിൽ നടക്കുക എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 7 മണിക്ക് മുണ്ടേരി ഫാമിന്റെ ആ ഭാഗത്തെ പരിശോധന നടക്കും. പരപ്പൻപാറയിൽ 2 മണിയോടുകൂടി ആ പരിശോധന അവസാനിക്കും. ആ നിലയിലാണ് ആ ദൂരപരിധിയിലൂടെ 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇന്നത്തെ പരിശോധന തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും, NDRF ഉണ്ടാകും, ഫയർഫോഴ്സ് ഉണ്ടാകും. അത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ സർക്കാർ സേനകളുടെ സഹായത്തോടെയുള്ള ഒരു പരിശോധനയാണ് നടക്കുക. ആ പരിശോധനയിൽ സന്നദ്ധ പ്രവർത്തകർക്ക് അനുമതി ഉണ്ടാകില്ല. കാരണം ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി നീന്തലൊക്കെ വശമുള്ള ആളുകളെയാണ് അവിടേക്ക് ഇറക്കുന്നത്. ഇന്നലെ നല്ല മഴയൊക്കെ പെയ്ത് വെള്ളത്തിന് ഒഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ നീന്തൽ വശമില്ലാത്ത സന്നദ്ധ പ്രവർത്തകരെയൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ അത് മറ്റൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് വിദഗ്ധരായിട്ടുള്ള ആളുകളെ മാത്രം, അത് സർക്കാർ ട്രെയിൻഡ് ആയിട്ടുള്ള നീന്തൽ പരിശീലകരെയും നീന്തൽ വിദഗ്ധരെയും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഈ ചാലിയാറിൽ നടക്കുക. അതേസമയം ഈ പരപ്പൻപാറ ഉൾപ്പെടെയുള്ള വനമേഖലയിൽ പരിശോധന സമാന്തരമായി നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ സന്നദ്ധ പ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്തിയുള്ള പരിശോധന തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് പാണൻകായ മുതൽ പൂക്കോട്ടുമന വരെ ഒരു ഭാഗം, പൂക്കോട്ടുമന മുതൽ ചാലിയാർ മുക്ക് വരെ ഒരു ഭാഗം, ഈ ഇടങ്ങളിൽ 20 സന്നദ്ധ പ്രവർത്തകരും 10 പോലീസുകാരും അടങ്ങുന്ന 30 അംഗ സംഘമാണ് തിരച്ചിൽ നടത്തുക. അതുപോലെ തന്നെ ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന 40 അംഗ സംഘമാണ് തിരച്ചിൽ നടത്തുക. ഈ വെള്ളത്തിലിറങ്ങിയുള്ള പരിശോധനയ്ക്ക് മാത്രമാണ് സന്നദ്ധ പ്രവർത്തകർക്ക് ഇന്നിപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബെയിലി പാലത്തിലാണ്, ചൂരൽമലയിലാണ്. ഇവിടെ ഫയർഫോഴ്സിന്റെയും NDRFന്റെയും പോലീസിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. പക്ഷേ പരിശോധന ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇന്നലെ ജനകീയ പരിശോധനയിൽ 2000-ലേറെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. ഇന്ന് ആ സാന്നിധ്യം, അവരുടെ പങ്കാളിത്തം എത്ര കണ്ടുണ്ടാകുമെന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ദുരന്തബാധിത മേഖലകളിൽ ഇനി പരിശോധിച്ചിട്ട് എന്ത് കിട്ടാൻ, ഇനി എവിടെ പരിശോധിക്കാൻ എന്നൊരു ചോദ്യം കഴിഞ്ഞ 3-4 ദിവസമായി സജീവമായി തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ആ ഇടങ്ങളിൽ ഇനി പരിശോധന ആ അർത്ഥത്തിൽ കേന്ദ്രീകരിക്കുകയോ ശ്രദ്ധ കൊടുക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനാകുന്നത്. നാളെയും മറ്റന്നാളും ഈ ചാലിയാറിലെ പരിശോധനയോടുകൂടി ഈ പരിശോധനകൾ ഏതാണ്ട് അവസാനിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഇന്നലത്തെ ജനകീയ പരിശോധനയും ആ അർത്ഥത്തിൽ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ദുരന്തബാധിത മേഖലയിലേക്ക് ഇനി പരിശോധനയ്ക്ക് ആളുകൾ വരേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ചൂരൽമലയിൽ പുന്നപ്പുഴ ഒഴുകി വരുന്ന പ്രദേശം, നമ്മുടെ ബെയിലി പാലത്തിന് സമീപം ആ ഭാഗത്തൊക്കെ ഇന്നലേക്ക് നമുക്കറിയാം വലിയ രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നവിടെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ബെയിലി പാലത്തിൽ കുറച്ച് പോലീസുകാരുണ്ട്, ചൂരൽമല ടൗണിൽ NDRFന്റെയും ഫയർഫോഴ്സിന്റെയും കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട് എന്നതിനപ്പുറത്തേക്ക് വലിയ ആൾക്കൂട്ടമൊന്നും ഇന്ന് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ചാലിയാർ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട പരിശോധന. അതോടൊപ്പം അരുൺ, ഈ ക്യാമ്പിൽ കഴിയുന്ന ദുരന്തബാധിതരായ ആളുകൾക്ക് വിലപ്പെട്ട രേഖകൾ പലതും നഷ്ടപ്പെട്ടത് നമുക്കറിയാം, പലതും വിലപ്പെട്ടതാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ക്യാമ്പ് ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. അത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടാണ്, IT മിഷനും അതുപോലെ അക്ഷയ കേന്ദ്രം ഒക്കെ ഇടപെട്ടുള്ള ഒരു ക്യാമ്പാണ് നടക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. അർജുൻ കല്യാട് കൂടുതൽ വിവരങ്ങൾ നൽകും. അല്ലമീൻ സൂചിപ്പിച്ചതുപോലെ 130 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അപ്പോൾ അവർക്കായി ഇനിയിപ്പോൾ ഈ ചില പ്രത്യേക കേന്ദ്രങ്ങൾ മാത്രം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മതി എന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഇവർ താമസിച്ചിരുന്ന ചൂരൽമലയിലോ പുഞ്ചിരിമട്ടത്തോ ഒന്നും ഇനി അത്ര വലിയ രീതിയിലുള്ളൊരു തെരച്ചിൽ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നാളത്തോടുകൂടി ഈ തെരച്ചിൽ ഏകദേശം അവസാനിക്കും. പിന്നീട് പേരിന് മാത്രം 1-2 JCBകൾ ഓടും. പിന്നീട് 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ അതും നിലയ്ക്കും. സാധാരണ നിലയിലേക്ക് ആ ഗ്രാമം എത്തില്ല. മറ്റൊരു ഗ്രാമത്തെ പുനർനിർമ്മിക്കുന്നതിനുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോകും. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല മീൻ?
അങ്ങനെ തന്നെയാണ് അരുൺ. ഇന്നലെ ഈ ജനകീയ തെരച്ചിൽ കഴിഞ്ഞ ആളുകൾ, സന്നദ്ധ പ്രവർത്തകരൊക്കെ മടങ്ങുന്നതിന് പിന്നാലെ ചില ഹിറ്റാച്ചികളൊക്കെ വലിയ ലോറിയിൽ കയറ്റി മടക്കിക്കൊണ്ട് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോഴും ഹിറ്റാച്ചികളുണ്ട്, ഹിറ്റാച്ചികളും ജെസിബികളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇന്നലെ കുറേശ്ശെ ഹിറ്റാച്ചികൾ ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്, ജെസിബികൾ ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം ഇനി പരിശോധന കാര്യക്ഷമമാവില്ല. കാരണം ഇനി എന്ത് ചെയ്യാനെന്നൊരു ചോദ്യമുണ്ട്. അതിലാരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ നിന്നിട്ട് കാര്യമില്ല. ഇനി പരിശോധിക്കാവുന്നതിന്റെ പരമാവധി പരിശോധിച്ചു, ഇളക്കി മറിക്കാവുന്നതിന്റെ പരമാവധി ഇളക്കി മറിച്ചു, ഉഴുതുമറിക്കാവുന്നതിന്റെ പരമാവധി ഉഴുതുമറിച്ചു. ഇനി വെറുതെ അധ്വാനിക്കാമെന്നതിനപ്പുറത്തേക്ക് അതുകൊണ്ട് ഫലമില്ല എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. അതുകൊണ്ടാണ് ഈ 2 ദിവസത്തെ ജനകീയ തെരച്ചിൽ. കാരണം അതൊരു കലാശക്കൊട്ടെന്ന രീതിയിൽ തന്നെയായിരുന്നു ആ തെരച്ചിലിനെ നമ്മൾ നോക്കിക്കണ്ടതും. പരാതിയില്ലാതെ പ്രദേശവാസികൾ തന്നെ അവർക്ക് സംശയമുള്ള ഇടങ്ങൾ കൂടി ഒന്നുകൂടി അരിച്ചു പറക്കി പരിശോധിച്ച് ഉറപ്പുവരുത്തുക, അവിടെ ഒന്നുമില്ല, മൃതദേഹമോ ശരീരഭാഗങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തി അവരെ തൃപ്തിപ്പെടുത്തുക, അവരുടെ മനസ്സിലൊരു ആശ്വാസം പകരുക. അതിനപ്പുറത്തേക്ക് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇന്നലെ കൊണ്ട് അത് പൂർത്തിയായി. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാലിയാറിന്റെ തീരത്തു നിന്നൊക്കെ നിരവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ ലഭിച്ചിരുന്നു. സ്വാഭാവികമായും അവിടെ ഒരു പരിശോധന അനിവാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നും നാളെയും ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് ശ്രദ്ധ കൊടുക്കുന്നതും. അതിന് പോലീസും NDRF-ഉം സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ ചാലിയാറിനോട് ചേർന്നുള്ള വനാന്തര മേഖലകളിലും വനപ്രദേശങ്ങളിലുമൊക്കെ ഇന്നും നാളെയും പരിശോധന നടത്തുന്നത്. ആ പരിശോധന കൂടി കഴിഞ്ഞാൽ, ഇന്നത്തെയും നാളത്തെയും ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനകൾ പിന്നെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാനാകുന്നത്. പിന്നെ പ്രദേശവാസികളിനെ അവരുടെ താല്പര്യപ്രകാരം വന്ന് നോക്കി പോവുകയോ അവരുടെ വീട് സ്ഥലങ്ങൾ പരിശോധിച്ച് പോവുകയോ ഉണ്ടാവും എന്നതിനപ്പുറത്തേക്ക് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഇതുവരെ കണ്ടതുപോലെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ഇനി ഉണ്ടാകില്ല. അത് പതിയെ അവസാനിക്കും, വിസ്മൃതിയിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്താ ഇന്നത്തെ ഇപ്പോൾ ഒരു കാലാവസ്ഥ? ഇന്നലെയൊക്കെ കനത്ത മഴ പെയ്തിരുന്നു രാത്രിയിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുലർച്ചെ അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുകയാണോ? മാത്രമല്ല ഇനി അങ്ങോട്ട് 2-3 ദിവസം വയനാട്ടിലടക്കം നല്ല മഴ പ്രതീക്ഷിക്കണം എന്നുകൂടി പറയുന്നു. അരുൺ, ഇന്നിപ്പോൾ രാവിലെ തെളിഞ്ഞ അന്തരീക്ഷമാണ്. ഇന്നലെ നമ്മൾ ഈ ചൂരൽമലയിലെ ഈ ജനകീയ തിരച്ചിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് മഴ തുടങ്ങിയത്. ചെറിയൊരു മഴ തുടങ്ങിയിട്ട് പിന്നെ തകർത്ത് പെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം ഇടിവെട്ടി മിന്നലെറിഞ്ഞുകൊണ്ടുള്ള മഴയായിരുന്നു. അതിൽ ഒരു തവണ മിന്നറിയുമ്പോൾ അതിഭീകരമായിട്ടുള്ള മിന്നറിയിലായിരുന്നു. നമ്മളും കുറെ ഈ പറയുന്ന നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഈ കടവരാന്തകൾ കയറി നിൽക്കുകയായിരുന്നു മഴയായതുകൊണ്ട്. അന്നേരം ഒരു മിന്നെറിഞ്ഞു. പലരും വിചാരിച്ചു ഇലക്ട്രിക് പോസ്റ്റിൽ എന്തോ കത്തിപ്പോയി എന്നാണ് വിചാരിച്ചത്. ആ രീതിയിൽ പ്രകാശം, ആ രീതിയിലുള്ള ശബ്ദമയത്തോടു കൂടിയുള്ള വല്ലാത്തൊരു മിന്നലായിരുന്നു. അവിടെ നിന്ന് ആളുകളൊക്കെ പറഞ്ഞ ചില വാക്കുകളുണ്ടായിരുന്നു ആ സമയത്ത്. ഇന്ന് രാത്രി ഇതുപോലെ മഴ നിന്ന് പെയ്തു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന് വല്ലാതെ വ്യാകുലപ്പെടുന്ന ചില ആളുകളെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. കാരണം 2 ആഴ്ച മുമ്പ് ഇതുപോലെ പൊടുന്നനെ പെയ്യുന്നൊരു മഴയാണ്. അത് നിന്ന് പെയ്തിട്ട് രാത്രിയായപ്പോൾ ഒരു നാടിനെ ഒന്നാകെ ഇല്ലാതാക്കിയത്. അത്തരമൊരു മഴ മാനത്ത് കാണുമ്പോഴേ മനസ്സിൽ ആവലാതിപ്പെടുന്ന അല്ലെങ്കിൽ വേദനപ്പെടുന്ന, ഭയപ്പാടുളവാക്കുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടുകാരെ സംബന്ധിച്ച്, മുണ്ടക്കൈക്കരെ സംബന്ധിച്ച്. പക്ഷേ ഏതായിരുന്നാലും ഇന്നലെ ഒരു 5:30 കൂടി ആ മഴ പൂർണ്ണമായും അവസാനിച്ചു. പിന്നെ വലിയ മഴയില്ലായിരുന്നു, രാത്രിയും മഴയില്ലായിരുന്നു. ഇന്നും തെളിഞ്ഞ അന്തരീക്ഷമാണ്. അത് വലിയ ആശ്വാസകരമായ ഒരു സാഹചര്യം തന്നെയാണ് അരുൺ. യെല്ലോ അലർട്ട് ഉണ്ട്, മഴ മുന്നറിയിപ്പുണ്ട്. പക്ഷേ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഭയപ്പെടുമെന്ന് പറഞ്ഞ കണക്ക് മഴ മാനത്ത് കണ്ടാൽ തന്നെ, കാർമേഘം ഉരുണ്ടുകൂടിയാൽ തന്നെ അവരുടെ നെഞ്ചകത്ത് വല്ലാത്ത വേദനയും വല്ലാത്ത വിളക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. മഴയെ മാത്രമല്ല, മാനത്ത് കോള് വരുമ്പോ മനസ്സിൽ അവരുടെ ഭീതിയുടെ മഴ പെയ്യുകയാണ് വയനാട്ടിലുള്ള മനുഷ്യർക്ക്, പ്രത്യേകിച്ച് മേപ്പാടി പഞ്ചായത്തിൽ. താങ്ക് യു അലമീൻ. ഇനി അവിടുത്തെ തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് നൽകുക. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. ക്യാമ്പിലാണ് അർജുൻ കല്യാട് എന്ന് എനിക്ക് തോന്നുന്നു.